നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബാംഗ്ലൂരിലെ ഓഫീസിൽ ആദായനികുതി വകുപ്പിന്റെ പരിശോധന നടക്കുന്നതിനിടെ വ്യവസായി CJ റോയ് സ്വന്തം തോക്കിൽ നിന്ന് വെടിയുതിർത്ത് മരിച്ചതിൽ രൂക്ഷ വിമർശനമേറ്റ് ആദായനികുതി വകുപ്പ് കൊച്ചി യൂണിറ്റ്. കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡും ചോദ്യം ചെയ്യലുമെല്ലാം. മരണവിവരം പുറത്തുവന്നതിന് പിന്നാലെ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ CJ റോയുടെ സഹോദരനും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ലീഗൽ അഡ്വൈസറും രംഗത്തെത്തിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിലും ആദായനികുതി ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. അതേസമയം തങ്ങൾക്ക് മരണത്തിൽ പങ്കില്ലെന്നും സമ്മർദ്ദം ചെലുത്തിയില്ലെന്നുമാണ് ആദായനികുതി ഉദ്യോഗസ്ഥരുടെ വാദം. ആദായനികുതി വകുപ്പ് അഡീഷണൽ കമ്മീഷണർ കൃഷ്ണപ്രസാദിൽ നിന്ന് CJ റോയ് വലിയ സമ്മർദ്ദം നേരിട്ടിരുന്നുവെന്നാണ് സഹോദരൻ CJ ബാബുവിന്റെ ആരോപണം. കഴിഞ്ഞ 3 ദിവസമായി കേരളത്തിൽ നിന്നെത്തിയ ആദായനികുതി വകുപ്പ് സംഘം റോയിയുടെ ബാംഗ്ലൂർ അശോക് നഗറിലെ ലാംഗ്ഫോർട്ട് ടൗണിലുള്ള കോൺഫിഡന്റ് ഗ്രൂപ്പ് ഓഫീസിൽ റെയ്ഡ് നടത്തുകയാണ്. മരണത്തിന് ഉത്തരവാദി ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരാണ് എന്ന് തന്നെയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ലീഗൽ അഡ്വൈസർ പ്രകാശിന്റെയും ആരോപണം. IT ഉദ്യോഗസ്ഥർ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിയെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇതിനിടെ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും നിലവിൽ ആദായനികുതി വകുപ്പിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ആദായനികുതി വകുപ്പിന്റെ സമ്മർദ്ദത്തിന് ഇരയാണ് CJ റോയ്. ഇത്തരം സമ്മർദ്ദങ്ങളെ അപലപിക്കുന്നു. അധിക്ഷേപത്തിന്റെ ഇരയാണ് അദ്ദേഹം. കുറ്റമറ്റ അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തുമെന്നാണ് DK ശിവകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഒരു റെയ്ഡ് നടക്കുമ്പോൾ ആ ഓഫീസിന്റെ മുതലാളിയും തൊഴിലാളികളും ഓഫീസ് കെട്ടിടവും പൂർണ്ണമായും അന്വേഷണ ഏജൻസിയുടെ നിയന്ത്രണത്തിലായിരിക്കുമെന്നതാണ് രീതി. റെയ്ഡിനിടെ തോക്കുപയോഗിച്ച് ജീവനൊടുക്കുക എന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ്. പ്രതി ആയാലും അല്ലെങ്കിലും ഒരാൾ സർക്കാർ അന്വേഷണ ഏജൻസിയുടെ നിയന്ത്രണത്തിലായിരിക്കുമ്പോൾ അയാളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ആ അന്വേഷണ ഏജൻസിക്കാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇക്കാര്യത്തിലും വീഴ്ചയുണ്ടായെന്നാണ് ആരോപണം. അന്തരിച്ച കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയുടെ സംസ്കാരം ഞായറാഴ്ച ബന്നാർഘട്ടയിലെ റോയുടെ ഉടമസ്ഥതയിലുള്ള നേച്ചർ കോൺഫിഡന്റ് കാസ്കേഡിൽ വൈകിട്ട് 4-ഓടെയാണ് സംസ്കാര ചടങ്ങുകൾ. ഇന്ന് പോസ്റ്റ്മോർട്ടം പൂർത്തിയായ ശേഷം ഉച്ചയ്ക്ക് 2 വരെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. ബന്നാർഘട്ടയിൽ സംസ്കരിക്കണമെന്നായിരുന്നു റോയിയുടെ ആഗ്രഹമെന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചു. ജീവനൊടുക്കിയ കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ CJ റോയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. വെടിവെച്ചത് നെഞ്ചിന്റെ ഇടതുവശത്ത്. 5-ാം വാരിയലിലൂടെ വെടിയുണ്ട ഹൃദയത്തിലേക്ക് തുളച്ചു കയറിയെന്നാണ് റിപ്പോർട്ടിലുള്ളത്. മരണത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് സഹോദരൻ CJ ബാബു പോലീസിൽ പരാതി നൽകി. കർണാടക പോലീസിന്റെ പ്രത്യേക സംഘം കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്തു. അതേസമയം പോലീസ് കോൺഫിഡന്റ് ഗ്രൂപ്പിലെ ജീവനക്കാരുടെ മൊഴിയും രേഖപ്പെടുത്തുന്നുണ്ട്. ചെങ്കോട്ട് കോണത്ത് പോലീസുകാരിയുടെ വീട്ടിൽ വളർത്തിയിരുന്ന തെരുവ് നായ്ക്കളെ കോർപ്പറേഷൻ അധികൃതർ പ്രത്യേക ഷെൽട്ടറിലേക്ക് മാറ്റി. പൂങ്കുളം വണ്ടിത്തടത്തിലുള്ള കോർപ്പറേഷന്റെ സംരക്ഷണ കേന്ദ്രത്തിലേക്കാണ് മാറ്റിയത്. ഇന്ന് രാവിലെ കോർപ്പറേഷൻ മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെരുവ് നായ്ക്കളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് കോർപ്പറേഷൻ മേയർ ഈ വിഷയത്തിൽ ഇടപെട്ടത്. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെയാണ് തെരുവ് നായ്ക്കളെ അവരുടെ വീട്ടിൽ വളർത്തി വന്നിരുന്നത്. ഇത് വർഷങ്ങളായി പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായം കുറിച്ച് സുനേത്ര പവാർ ഇന്ന് സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രിയായി അധികാരമേൽക്കും. മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രി എന്ന ബഹുമതിയോടെയാണ് സുനേത്ര പവാർ പദവിയിലേറുന്നത്. ഇന്ന് വൈകുന്നേരം 5-ന് മുംബൈയിലെ ലോക് ഭവനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കും. കഴിഞ്ഞ ബുധനാഴ്ച വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട മുതിർന്ന NCP നേതാവും ഉപമുഖ്യമന്ത്രിയുമായിരുന്ന അജിത് പവാറിന്റെ വിയോഗത്തെ തുടർന്നാണ് ഈ നിർണായക രാഷ്ട്രീയ നീക്കം. അജിത് പവാറിന്റെ വിയോഗത്തെ തുടർന്ന് പാർട്ടിയിലും ഭരണസഖ്യത്തിലുമുണ്ടായ നേതൃശൂന്യത പരിഹരിക്കാൻ NCP മഹായുതി സംഘവും നടത്തിയ ഉന്നതതല ചർച്ചകൾക്ക് ശേഷമാണ് അജിത് പവാറിന്റെ ഭാര്യ സുനേത്രയെ തന്നെ ഈ സ്ഥാനത്തേക്ക് തീരുമാനിച്ചത്. ഹിന്ദുത്വ ദേശീയതയിലൂന്നി ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ പിടിച്ചുകയറിയ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് ഹിന്ദുത്വ വിഷയങ്ങൾ തന്നെ പ്രതിസന്ധിയാകുന്നു. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉത്തരേന്ത്യയിലെ പ്രമുഖ ഹിന്ദു സന്യാസി ശ്രേഷ്ഠനായ ഉത്തരാഖണ്ഡിലെ ജ്യോതിർമഠം ശങ്കരാചാര്യർ അവിമുക്തേശ്വരാനന്ദ് സരസ്വതിയും തമ്മിൽ കൊമ്പുകോർത്തതാണ് UP രാഷ്ട്രീയം കലങ്ങുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് നിന്നുള്ള മാംസ കയറ്റുമതി നിരോധിച്ച് യഥാർത്ഥ ഹിന്ദുവാണെന്ന് തെളിയിക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ശങ്കരാചാര്യർ. ഇന്ത്യയുടെ മൊത്തം ബീഫ് കയറ്റുമതിയിൽ 40% UPയിൽ നിന്നാണെന്നും കാവ്യ വസ്ത്രം ധരിച്ച് പ്രസംഗിച്ചതുകൊണ്ട് മാത്രം ഒരാൾ ഹിന്ദുവാകില്ലെന്നും യോഗിയെ ലക്ഷ്യമിട്ട് അദ്ദേഹം വിമർശിച്ചു. കയറ്റുമതി ചെയ്യുന്ന മാംസത്തിൽ പശുമാംസം അടങ്ങിയിട്ടുണ്ടെങ്കിലും അത് പോത്തിറച്ചിയുടെ കീഴിൽ വർഗീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രയാഗ്രാജിലെ മാഘമേളയ്ക്കിടെ സംഗമത്തിൽ പുണ്യസ്നാനം നടത്തുന്നതിൽ നിന്ന് തന്നെയും അനുയായികളെയും പോലീസ് തടഞ്ഞുവെന്ന് ശങ്കരാചാര്യർ ആരോപിച്ചതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഹനുമാനെ ചതിക്കാൻ സന്യാസി വേഷം കെട്ടിവരുന്ന രാക്ഷസനെ പോലെയുള്ളവരെ സൂക്ഷിക്കണമെന്ന് യോഗി പ്രതികരിച്ചതോടെയാണ് പോര് കൈവിട്ടുപോയത്. നഗരൂർ SIയെ ആക്രമിച്ച കേസിൽ CPOയ്ക്ക് സസ്പെൻഷൻ. പള്ളിക്കൽ സ്റ്റേഷനിലെ ചന്തുവിനെതിരെയാണ് നടപടിയെടുത്തത്. വെള്ളല്ലൂർ ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയായിരുന്നു സംഭവം. ഗാനമേളയ്ക്കിടെ നാട്ടുകാർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയിരുന്നു. ഇവരിൽ പള്ളിക്കൽ സ്റ്റേഷനിലെ CPO ചന്തുവും ഉൾപ്പെട്ടിരുന്നു. തുടർന്ന് നഗരൂർ SI അൻസാറും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് പ്രശ്നമുണ്ടാക്കിയവരെ പിരിച്ചുവിട്ടു. ഗാനമേളയ്ക്ക് ശേഷം പോലീസുകാർ മടങ്ങിപ്പോകുന്നതിനിടെ ചന്തുവും സഹോദരനും മറ്റു ചിലരും ചേർന്ന് SIയെ മർദ്ദിക്കുകയും ഓടയിലേക്ക് തള്ളിയിടുകയും ചെയ്തു.
സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ ചന്തുവിനെയും സഹോദരനെയും മറ്റു ചിലരെയും പോലീസ് പിടികൂടിയിരുന്നു. പശ്ചിമ ബംഗാളിലെ കൂച്ച് ബെഹാറിൽ പാലം തകർന്നു വീണു. ട്രക്ക് കടന്നു പോകുന്നതിനിടെയാണ് പാലം തകർന്നു വീണത്. പാലം രണ്ടായി തകർന്നു വീണതിന് പിന്നാലെ ലോറി കുടുങ്ങിക്കിടക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. സംഭവത്തിൽ ലോറി ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം. സംഭവത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 30 വർഷത്തോളം പഴക്കമുള്ള പാലത്തിൽ കാര്യമായ അറ്റകുറ്റപ്പണികളൊന്നും നടത്തിയിരുന്നില്ല. അതേസമയം പാലം തകർന്നു വീണ സംഭവത്തെ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിനെതിരായി ആയുധമാക്കിയിരിക്കുകയാണ് BJP. അഴിമതി മൂലമാണ് പാലം തകർന്നതെന്നാണ് അവരുടെ ആരോപണം. 2020 ലോകകപ്പിന് ഒരുങ്ങുന്ന ഓസ്ട്രേലിയയ്ക്ക് കനത്ത തിരിച്ചടി. പരിക്കിനെ തുടർന്ന് ടെസ്റ്റ് ഏകദിന ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ലോകകപ്പ് ടീമിൽ നിന്ന് പുറത്തായി. കമ്മിൻസിന് പകരം ബെൻഡാർ ഷൂയിസിനെ ഓസ്ട്രേലിയ പകരം ടീമിൽ ഉൾപ്പെടുത്തി. പുറത്തേറ്റ പരിക്ക് ഭേദമാകാത്തതാണ് കമ്മിൻസിന് ലോകകപ്പ് നഷ്ടമാക്കിയത്. ആഷസ് പരമ്പരയ്ക്കിടെയാണ് കമ്മിൻസിന് പരിക്കേറ്റത്. ഫെബ്രുവരി 7-ന് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി ആരംഭിക്കുന്ന ലോകകപ്പിന് മുൻപ് താരം കായികക്ഷമത കൈവരിക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് സെലക്ടർമാർ പകരക്കാരനെ കണ്ടെത്തിയത്. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.